ഹലോ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ലഞ്ചിനുണ്ടാക്കിയ കുറച്ച് ഫുഡിൻ്റെ റെസിപ്പീസ് ഷെയർ ചെയ്തുകൊണ്ടുള്ള വീഡിയോയാണ്. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഗീ റൈസ് അപ്പോൾ അത് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി എന്തായാലും കാണിക്കുന്നില്ല. അതുപോലെ പിന്നെ നമ്മളിതിലേക്ക് ചെയ്യുന്നത് ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും സാലഡും ഒക്കെയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ചിക്കൻ ഫ്രൈൻ്റെയും ചിക്കൻ കറീൻ്റെയൊക്കെ ഒരു റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇത് ചിക്കൻ ഫ്രൈ ആയാലും ചിക്കൻ കറി ആയാലും ഓരോരുത്തരും ഓരോ രീതിയിലല്ല ഉണ്ടാക്കുന്നത്. അപ്പം ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഒന്ന് ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ളത് നമ്മൾ മസാല തേക്കുകയാണ്. അപ്പോൾ അതിലേക്കാണ് ഈ നാരങ്ങ നീര് ഒഴിക്കുന്നത്. അതുപോലെ കറി വയ്ക്കാനുള്ള ചിക്കൻ്റെ അത് മാറ്റി വെച്ചിട്ട് നമ്മൾ അതിലേക്ക് മുളകും മഞ്ഞളും ഉപ്പും ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് തിരുമ്മി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലെഗ് പീസും കൂടി അതിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രൈ ചെയ്യുന്നതിലോട്ട് മാറ്റിയിട്ട് നമ്മളതിലേക്ക് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുകയാണ്. അപ്പോൾ നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുമ്പോൾ കുരു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുരു പോയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ആയാലും കയ്പ്പുണ്ടാവും. അപ്പോൾ അത് പോവാത്ത രീതിയിൽ ശ്രദ്ധിക്കുക. നമ്മളതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മളതിലേക്ക് പെരുംജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗരം മസാല, ചിക്കൻ മസാല, പിന്നെ കുറച്ച് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി കാശ്മീരി ചില്ലി പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം കുട്ടിക്ക് കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ ചില്ലി ഫ്ലെക്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും തേച്ചിട്ടാണ് നമ്മൾ നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ ഇത് മസാല തേക്കുമ്പോൾ നമുക്ക് തൈരൊക്കെ വേണമെങ്കിൽ ഇതിലേക്ക് ഒഴിക്കാൻ കിട്ടും. പിന്നെ ഇപ്പം ഞാനത് തൈര് ഒഴിക്കുന്നില്ല, നാരങ്ങ ഒഴിക്കുന്നത്. തൈരും നാരങ്ങ ഒക്കെ ഒഴിച്ചാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് എന്തായാലും തൈര് ഒഴിക്കുന്നില്ല, നമ്മൾ നാരങ്ങേൻ്റെ നീര് മാത്രമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തിട്ട് അങ്ങനെ അത് യൂസ് ചെയ്യാറാണ്. ഇന്നിപ്പോൾ എന്തായാലും റെഡിമെയ്ഡാണ് യൂസ് ചെയ്തത്. അതുപോലെ തന്നെ പച്ചമുളക് നമുക്ക് വേണമെങ്കിൽ ഇതിൽ ക്രഷ് ചെയ്ത് ഇടാം. ഞാൻ പറഞ്ഞില്ല, നേരത്തെ മോൾക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ കുറച്ച് അത്യാവശ്യം എരിവ് കുറച്ച് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ നമുക്ക് അരിപ്പൊടിക്ക് പകരം കോൺഫ്ലവറൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഏലക്ക ഉണ്ടെങ്കിൽ അതൊന്ന് ചതുക്കിയിട്ട് അതും ഇതിലേക്ക് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. അതും വേറൊരു ടേസ്റ്റ് തന്നെയാണ്. ഇല്ലെങ്കിൽ പച്ചമുളക് ഉണ്ടെങ്കിൽ അത് നീളത്തിന് മുറിച്ചിട്ട് അതും നമുക്ക് ഈ മസാലയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാലയൊക്കെ തേച്ചിട്ട് നമുക്ക് അതും അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അതും വേറൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞാനിത് നന്നായിട്ടൊന്ന് വരക്കി. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് അതൊന്ന് മാറ്റി വെച്ചു. അപ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഞാനത് അതായത് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ കറി വയ്ക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സവോള എടുത്തിട്ടുണ്ട്. സവോള ചെറിയ സവോളയാണ് എടുത്തിട്ടുള്ളത്, 4 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. നല്ല ചെറുതാണ് കേട്ടോ. ഈ 4 എണ്ണം നമ്മൾ ഇതിലേക്ക് എടുക്കുന്നില്ല, 3.5 എടുക്കുന്നുള്ളൂ കേട്ടോ. നല്ല ചെറിയ സവോളയാണ്. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം ഒരു വലിപ്പമുള്ള തക്കാളിയും പിന്നെ ഒരു വലിപ്പം കുറഞ്ഞൊരു തക്കാളി, അങ്ങനെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കറി വയ്ക്കാനായിട്ടുള്ള ചിക്കൻ നമ്മൾ ഒന്ന് മുളകും മഞ്ഞളും ഉപ്പും ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരമായി അത് വെച്ചിട്ട് അതൊന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്താണ് നമ്മൾ ഈ ഉള്ളി എടുക്കുന്നത്. അപ്പോൾ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ എന്തൊരു കറുത്ത ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി ക്ലീൻ ചെയ്തിട്ട് ഞാനിതൊന്ന് സ്ലൈസറിൽ വെച്ചിട്ട് അങ്ങനെ സ്ലൈസ് ചെയ്താണ് എടുക്കുന്നത്. അതാകുമ്പോൾ വേഗം വാടി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കുന്നത്. സ്ലൈസ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്മി കൊടുത്തിട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ കുക്കറിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് പട്ടയും ഇട്ട് കൊടുത്ത് ഗ്രാമ്പൂ തക്കോലം ഒക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മളിത് വേവിക്കുന്നത്. അപ്പോൾ ചോറ് ഇവിടെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണിക്കുക. നമ്മൾ ചോറ് ഭയങ്കര സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇവിടെ എല്ലാവർക്കും അങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നല്ല സിമ്പിളായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ചോറെപ്പോഴും. അപ്പോൾ ഞാൻ ഓയിലാണ് എടുത്തത്, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഇതിലേക്ക് എടുത്തത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉലുവയും തക്കോലും പട്ട ഗ്രാമ്പൂ ഒക്കെ ഇട്ട ശേഷം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ട് നമ്മൾ ഉപ്പൊക്കെ തേച്ച് തിരിഞ്ഞ് വെച്ച് നമ്മുടെ സവോള ഉണ്ട്. അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു ബേ ലീഫും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ റെഡിമെയ്ഡ് തന്നെയാണ് കേട്ടോ കറിയിൽ നമ്മൾ യൂസ് ചെയ്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് പിന്നെ 2 പച്ചമുളകും കൂടി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നമ്മുടെ ഈ സവോള നന്നായിട്ടൊന്ന് വേവിക്കാനായിട്ട് നമ്മളങ്ങനെ വെക്കുകയാണ്. ഇപ്പോൾ നമ്മളിതിലേക്ക് വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നേരത്തെ നമ്മൾ മസാല തേച്ച് വെച്ച കറിക്കുള്ള പീസുകളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ നല്ലോണം ഫ്രൈ ചെയ്യുന്നില്ല എങ്കിൽ കൂടി ഒന്ന് അത്യാവശ്യം നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്.
അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരുപാട് എണ്ണയൊന്നും ഇല്ല, അത് കുറഞ്ഞ എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇപ്പോൾ സവോളയും തക്കാളിയും നമ്മളിങ്ങനെ കുക്കറിൽ ഫസ്റ്റ് വേവിച്ചിട്ട് പിന്നെ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് ഇട്ടതിന് ശേഷം അങ്ങനെ കറി വയ്ക്കുകയാണെങ്കിൽ കറി നല്ലോണം കുറുകി പോലെ ഉണ്ടാവും. അതുപോലെ തന്നെ സവോള ഒന്നും ഇങ്ങനെ കഷ്ണമായിട്ട് വേവാത്ത മാതിരി അങ്ങനെ കിടക്കില്ല, നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് വേറൊരു ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങളെപ്പോഴും ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ അതാണ്ട് ഇവിടെ ചിക്കനൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കുക്കറിൽ ഇതായിട്ടുണ്ട്, സവോളൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്നിട്ട് അതൊന്ന് നോക്കാം. ഇതിനെയാണ് നമ്മളിതിലേക്ക് നമ്മൾ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലിടുന്നത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പെരുംജീരകത്തിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കുകയാണ്, പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്, ഗരം മസാല ഇടുന്നു, പിന്നെ നമ്മൾ മാഗി ക്യൂബ് ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇതെല്ലാം ഇട്ടതിന് ശേഷം കുറച്ചുകൂടി നമ്മൾ വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ഈ ചിക്കൻ്റെ പീസുകളൊക്കെ ഇതിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. നമ്മൾ മാഗി ക്യൂബ് ഇടുന്നത് കൊണ്ട് ഇതൊന്ന് നോക്കിയതിന് ശേഷം മാത്രം ഉപ്പിടുക. കാരണം നമ്മൾ നേരത്തെ സവോള തിരുമ്പിയപ്പോൾ അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണല്ലോ കറി ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിലും നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാം കൂടി ഉപ്പാവേണ്ട ഒന്ന് നോക്കിയതിന് ശേഷം മാത്രം ഇടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിതിലേക്ക് വേണ്ട എല്ലാ മസാലകളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് മല്ലിയിലയും കരിവേപ്പിലയും ഒക്കെ നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി നന്നായിട്ടൊന്ന് ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് തിളച്ച് വരും. ആ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഉപ്പ് നോക്കി കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പിന്നെ അതിലേക്ക് ചില്ലി ഫ്ലെക്സും കൂടി കുറച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ക്യാപ്സിക്കാണ് കേട്ടോ. ക്യാപ്സിക്കം ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഇടുന്നത്. അപ്പോൾ ഞാൻ ക്യാപ്സിക്കം അപ്പം മുറിച്ചതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്നും കൂടി കുക്കറിലാണ് നമ്മളിത് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളത് മൂടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്നും കുറച്ചും കൂടി ഒന്ന് നമ്മൾ വേവിച്ചെടുക്കുമ്പോഴാണ് ഇത് ശരിക്കും നല്ലോണം ഒന്ന് കുറുകി വരിക കേട്ടോ. അപ്പം ഈ ക്യാപ്സിക്കം ഇടുന്നത് കൊണ്ട് തന്നെ വേറൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് തന്നെയായിരിക്കും, നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ അതവിടെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് മാറ്റി വെച്ചു, തുറന്നിട്ടില്ല കേട്ടോ. ആവിയൊക്കെ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ആ നേരം കൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ ഒന്ന് പെട്ടെന്ന് തന്നെ അതൊന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് അവിടെ നിന്ന് ആവുന്ന സമയത്ത് നമ്മൾ അപ്പുറത്ത് പിന്നെ പപ്പടവും കൂടി ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം പെട്ടെന്ന് അങ്ങനെ ആക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സാലഡാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ സാലഡ് തയ്യാറാക്കാനായിട്ട് നേരത്തെ നമ്മൾ മുറിച്ചതിൻ്റെ ബാക്കി സവാള ഉണ്ടായിരുന്നല്ലോ, അതൊന്ന് മുറിച്ചെടുത്തു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തൈരും ഒഴിച്ചു, ഉപ്പും ഇട്ടതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങനെയാണ് നമ്മൾ സാലഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ അങ്ങനെ എല്ലാം ആക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് സാലഡ് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് നല്ലോണം പഴുത്ത മുളകാണ് എടുത്തത്. പിന്നെ പുളിയുള്ള തൈരാണെങ്കിൽ അത് നോക്കിയിട്ട് മാത്രം വിനാഗിരി ഒഴിക്കുക. അപ്പോൾ ഇത് അത്യാവശ്യം പുളി കുറഞ്ഞ തൈരായതുകൊണ്ട് നമ്മൾ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചൊന്ന് ലൂസാക്കി എന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വിനാഗിരി ഒഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. നമുക്കിതിൽ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റും ഇടാം, തക്കാളിയൊക്കെ ഇടാം. ഞാൻ പിന്നെ തക്കാളി ഇന്ന് ഇട്ടില്ല, മല്ലിച്ചപ്പൊക്കെ ഇടാം നമുക്കിതിലേക്ക്. പിന്നെ ക്യാരറ്റ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ അതിട്ടില്ല. അപ്പോൾ കറി അപ്പോൾ ഞാൻ അതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തുറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തുറന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്യാപ്സിക്കം ഏറ്റവും ലാസ്റ്റ് ഇട്ടാൽ ഉടയാതെ അങ്ങനെ കിടക്കും കേട്ടോ. ഇപ്പോൾ ഇത് ശരിക്കും ഉടഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ കിടക്കുന്നതാണ് ഒരു രസം, അല്ലെങ്കിൽ നല്ലോണം ഉടഞ്ഞു പോകും. അപ്പോൾ അത് നമുക്കങ്ങനെ കിട്ടില്ല, ഇട്ടെന്ന് നമ്മൾ അറിയില്ല. അപ്പം കറി അത്യാവശ്യം നല്ലോണം കുറുകിയ രീതിയിൽ തന്നെ നമ്മൾ ആക്കിയിട്ടുണ്ട്. അപ്പം ചിക്കൻ നമ്മൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ഒക്കെ ഉള്ളത് അത് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊരു പാത്രത്തിലിട്ട് അതും അങ്ങനെ മാറ്റിയാണ്. പിന്നെ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന റെസിപ്പീസ് തന്നെയായിരിക്കും. പിന്നെ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ ഞങ്ങൾ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്, അതിലൊരു രീതിയാണിത്. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഈ വീഡിയോ കൊണ്ടൊന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ചോറ് വെച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര സിമ്പിളായിട്ടാണ് കേട്ടോ. അപ്പോൾ അതും ഇനി വേറൊരു വീഡിയോയിൽ അതും കാണിക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഉരുളക്കിഴങ്ങൊക്കെ ഇടാം. ഇന്ന് ഞാൻ അതിട്ടിട്ടില്ല, എല്ലാം കൂടി വേണ്ടല്ലോ, ക്യാപ്സിക്കം ഉണ്ടായതുകൊണ്ട് ക്യാപ്സിക്കം ഇട്ടു. എല്ലാം നമുക്കിഷ്ടമുള്ളത് ഇടാം, രണ്ടും ഇട്ടുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. ഇന്നിപ്പോൾ ഇതിട്ടതുകൊണ്ട് അതിട്ടില്ല. ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് നല്ലോണം ഒന്ന് വേവിച്ചതിന് ശേഷം അത് ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിലും ഉടച്ചിട്ട് അത് കറിയിലേക്ക് വെച്ച് നല്ലോണം
നമ്മളെന്താ പറയുക നല്ലോണം തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ അത് നല്ലോണം കുറുകിയ കറിയായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഞാനിന്ന് ഇവിടെ ഉള്ളി ആദ്യം തന്നെ വേവിച്ചിട്ട് പിന്നെ അങ്ങനെ കറി ഉണ്ടാക്കുക, മസാലയൊക്കെ ഇട്ട് അങ്ങനെ കറിയാക്കുക ചെയ്തത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസുകളായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.